ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ 5ാമത്തെ പാഠം മണ്ണിലും മരത്തിലും. അപ്പോൾ എല്ലാ കൂട്ടുകാരും മണ്ണിലും മരത്തിലും എന്ന പാഠത്തിന്റെ ക്ലാസ് കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. മണ്ണിലും മരത്തിലും എന്നുള്ള പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ്സും അതേപോലെ തന്നെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 35 മാർക്കാണ് ടോട്ടൽ. നമുക്ക് എത്ര ആക്ടിവിറ്റി ഉണ്ട്, എത്ര പ്രവർത്തനങ്ങൾ ഉണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താ? ഒന്നാമത്തെ പ്രവർത്തനം, ഫസ്റ്റ് പ്രവർത്തനം എന്താ നോക്കിക്കേ. പ്രവർത്തനം 1, താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഈ പാഠത്തിൽ നമ്മുടെ പാഠത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന അക്ഷരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഛ, ങ, ണ, 2 തവണ എഴുതിയിട്ടുണ്ട്. യ, ഈ. അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് എന്താണ് നമ്മൾ കൂടുതൽ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഈ അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതുക. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം 2, മരത്തിൽ വസിക്കുന്ന ജീവികളുടെയും പക്ഷികളുടെയും പേരെഴുതുക. എങ്ങനെ എഴുതേണ്ടത്? മരത്തിൽ താമസിക്കുന്ന ജീവികളുടെയും പക്ഷികളുടെയും പേരാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ റെഡ് കളർ കോളം ഉണ്ട്, ചുവപ്പ് കളറും മഞ്ഞ കളർ കോളം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പക്ഷികളുടെ പേരെല്ലാം യെല്ലോ കളർ ബോക്സിലാണ് എഴുതേണ്ടത്. ഓക്കെ, മറ്റു ജീവികളുടെ പേരാണ് ചുവപ്പ് കളർ കോളത്തിനകത്ത് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? മരത്തിൽ വസിക്കുന്ന ജീവികളുടെയും പക്ഷികളുടെയും പേരും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. മഞ്ഞ കളർ കോളത്തിനകത്ത് പക്ഷികളുടെ പേര്, മരത്തിൽ താമസിക്കുന്ന പക്ഷികളുടെ പേരാണ് എഴുതേണ്ടത്. 10 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ പ്രവർത്തനം 2. അടുത്തത് പ്രവർത്തനം 3. എന്താ മൂന്നാമത്തെ പ്രവർത്തനം? പട്ടിക പൂർത്തിയാക്കുക. അതായത് ഇവിടെ ടേബിൾ ഉണ്ട് അല്ലെ, പറക്കുന്നവ പറക്കാത്തവ. എല്ലാ ജീവികളും പറക്കുന്ന ജീവികളാണോ, അല്ലെങ്കിൽ എല്ലാ ജീവികളും പറക്കാത്തവയാണോ? അല്ല അല്ലെ, പറക്കുന്ന ജീവികളുമുണ്ട്, പറക്കാത്ത ജീവികളും ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പറക്കുന്ന ജീവികളെല്ലാം ആദ്യത്തെ കോളത്തിൽ എഴുതുക, പറക്കാത്തവയൊക്കെ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. പറക്കുന്ന ജീവികൾ, പക്ഷികളൊക്കെ പറക്കുന്ന ജീവികളാണ് അല്ലെ, അതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് പറക്കുന്നവയുടെ കോളത്തിൽ എഴുതാം. പറക്കാത്തവ എന്ന കോളത്തിൽ മറ്റു ജീവികൾ, അതായത് പറക്കാത്ത ജീവികളുടെ പേരാണ് എഴുതി ചേർക്കേണ്ടത്. 2 എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പറക്കുന്നവയിൽ നമ്മൾ കാക്ക എഴുതിയിട്ടുണ്ട് അല്ലെ, കാക്ക എഴുതിയിട്ടുണ്ട്. പറക്കാത്തവയിൽ മുതല എഴുതിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? ബാക്കി കംപ്ലീറ്റ് ചെയ്യുക, പട്ടിക പൂർത്തിയാക്കുക. നെക്സ്റ്റ് പ്രവർത്തനം 4, നിറം കൊടുക്കാം. ആരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. നമ്മുടെ കുഞ്ഞിക്കിളിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. കുഞ്ഞിക്കിളിക്ക് എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. നിറം കൊടുത്തിട്ട് ചിത്രം ആരുടെ ചിത്രമാണ്? കുഞ്ഞിക്കിളി എന്ന് ഇവിടെ എന്ത് ചെയ്യണം? പേരെഴുതുക. ഓക്കെ, 4ാമത്തെ ആക്ടിവിറ്റി ആണത്. അടുത്ത ആക്ടിവിറ്റി 5ാമത്തെ ആക്ടിവിറ്റി. എന്താ 5ാമത്തെ ആക്ടിവിറ്റി? പട്ടിക പൂർത്തിയാക്കുക. വീണ്ടും നെക്സ്റ്റ് ഒരു പട്ടിക പൂർത്തിയാക്കുന്നത് തന്നെയാണ്. എന്താ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, മരത്തിൽ താമസിക്കുന്നവരും മണ്ണിൽ താമസിക്കുന്നവരും, അതായത് മരത്തിൽ താമസിക്കുന്ന ജീവികളുടെ പേര് എഴുതണം, മണ്ണിൽ താമസിക്കുന്ന ജീവികളുടെ പേരുമാണ് എഴുതേണ്ടത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് കാക്ക മരത്തിൽ താമസിക്കുന്ന ജീവിയാണ് അല്ലെ. മണ്ണിൽ താമസിക്കുന്ന എന്താ എഴുതിയിരിക്കുന്നത്? കീരി. അപ്പൊ ഇതേപോലെ ബാക്കി മണ്ണിൽ താമസിക്കുന്ന വേറെ കുറച്ച് ജീവികളുടെ പേരും മണ്ണിൽ താമസിക്കുന്ന കുറച്ച് ജീവികളുടെ പേരുമാണ് എഴുതേണ്ടത്. അതാണ് നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി 6ാമത്തെ ആക്ടിവിറ്റി, അതായത് 6ാമത്തെ പ്രവർത്തനം, ഒരു പക്ഷിയെ വരച്ച് നിറം കൊടുക്കുക. വരച്ച പക്ഷിയുടെ പേര് എഴുതാൻ മറക്കരുത്. അതായത് എന്ത് ചെയ്യണം? ഒരു പക്ഷി, ഒരു ബേർഡിന്റെ ചിത്രമാണ് വരയ്ക്കേണ്ടത്. വരച്ച പക്ഷിക്ക് എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. നിങ്ങൾ വരച്ചത് ഏത് പക്ഷിയാണ്, ഏത് പക്ഷിയാണ് അല്ലെങ്കിൽ ഏത് ബേർഡാണ്, ആ ബേർഡിന്റെ പേര്, ആ പക്ഷിയുടെ പേര് എന്ത് ചെയ്യണം? അടുത്തായിട്ട് എഴുതി ചേർക്കും കൂടെ വേണം. അതാണ് നമ്മുടെ 6ാമത്തെ പ്രവർത്തനം. അപ്പൊ മൊത്തം എത്ര പ്രവർത്തനങ്ങളുണ്ട്? 6 പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പാഠത്തിൽ 5ാമത്തെ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യണം? 6 പ്രവർത്തനവും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സോ കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യുക. ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.